ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇവിടെ ഗണപതി ഉത്സവം കഴിഞ്ഞു, നവരാത്രി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതാ ദീപാവലി വരാൻ പോവാന്നേ. ദീപാവലി എന്ന് പറയുന്നത് വളരെ വലിയൊരു ആഘോഷമാണ് മുംബൈയിൽ കേട്ടോ. അപ്പോൾ എല്ലാ കടകളുടെയും ഇപ്പോഴത്തെ ഒരു ഷോ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. ഫുള്ള് ലൈറ്റുകളും അതുപോലെ തന്നെ ഡെക്കറേഷൻ സാധനങ്ങൾ, രംഗോലി വരക്കാനുള്ള കളറുകൾ, പിന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഡിസൈനിലുള്ള ദിയകൾ, ഇതൊക്കെ കൊണ്ട് മുംബൈയിലെ മാർക്കറ്റൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നല്ല രസമില്ലേ രാത്രിയിൽ കാണാൻ, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാലസിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് കേട്ടോ ഈ ഒരു ലൈറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. രാത്രിയിലല്ലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് മുംബൈയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയെന്നോ പകലെന്നൊന്നുമില്ല, എപ്പോഴും ഉറക്കമില്ലാത്ത ഒരു നഗരം തന്നെ പറയാം. അതുകൊണ്ടില്ലേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അകത്തോട്ടുകൂടി നിങ്ങൾക്ക് ട്രെയിൻ പോകുന്നത് ചിലപ്പോൾ കാണുന്നുണ്ടാവേ. അകത്ത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ചെറിയ ചെറിയ കേരള സ്റ്റോറുകളാണ്. മാർക്കറ്റിൻ്റെ അകത്ത് ഇതുപോലെ കേരള സ്റ്റോറുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ നാട്ടിലത്തെ ചേമ്പ്, പിന്നെ ഇത് അരിമാവാണ് കേട്ടോ ദോശയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഉണ്ണിയപ്പം ഉണ്ട്, ചക്ക ചിപ്സ് ഉണ്ട്, കായ ചിപ്സ് ഉണ്ട്, പിന്നെ നുറുക്കുണ്ട്, ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഈ ഒരു മിഠായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ 25 പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു തേൻ മിഠായി ഇല്ലേ, അതാണേ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു നൊസ്റ്റു വന്നു കേട്ടോ ഫീല് മനസ്സിൽ. പിന്നെ പരിപ്പുവടയുണ്ട് പാക്കറ്റായിട്ട്. ഇതാ കപ്പ, ചേമ്പ്, കൂർക്ക, അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബോണ്ടയില്ലേ, ബോണ്ട, അതാണേ. പിന്നെ പരിപ്പുവട, നെയ്യപ്പം, പിന്നെ പൊറോട്ടേൻ്റെ ഉണ്ട്, റെഡിമെയ്ഡ് പൊറോട്ടയില്ലേ അതുണ്ട്. പിന്നെ പുരംപോളി ഉണ്ട്. പുരംപോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോളി എന്ന് അറിയില്ലേ അത്. പിന്നെ പപ്പടം, കായ. നമ്മുടെ നാട്ടിൽ ഇല്ലേ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇതുപോലെയുള്ള ഷോപ്പുകളിൽ വന്നാൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നാട് അങ്ങനെ ഭക്ഷണ കാര്യത്തിലൊന്നും നാടധികം മിസ്സാവില്ല. കാരണം നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങളും ഇതുപോലുള്ള കേരള സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. അടുത്തടുത്തായിട്ട് കുറേ ഉണ്ട് മലയാളി കടകൾ. ഇതൊക്കെ പലഹാരത്തിൻ്റെയാണ്. പിന്നെ കുഞ്ഞുള്ളി, അലുവ, അങ്ങനെയാണ് കേട്ടോ. ചെറിയ സ്റ്റോറാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ പോയത് വേറെ ഒരു ഇതിൻ്റെ സ്നാക്സും അതൊക്കെ സ്വീറ്റ്സൊക്കെ കിട്ടുന്നൊരു കടയിലേക്കാണ്. അവിടുന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക്, അതായത് ഒരു 2-3 ദിവസമൊക്കെ ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാനുള്ള പലഹാരം വീട്ടിൽ സ്റ്റോക്ക് ആവും കേട്ടോ. കാരണം ഒന്നിച്ച് വാങ്ങിയാൽ അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ. അതിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നുറുക്കിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മഹാരാഷ്ട്രയിലത്തെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പല ടൈപ്പ് കടലകൾ, മസാല കടലയും പിന്നെ പട്ടാണി കടലേൻ്റെ തന്നെ പല ടൈപ്പും. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൊറിക്കാനും എടുക്കാം, അല്ലാതെ നമുക്ക് ഇവിടുന്ന് പൊരിയൊക്കെ വാങ്ങിയിട്ടില്ലേ, ഈ സേവ് പൂരി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ പൊരിയും പിന്നെ ഒരു മഞ്ഞ മിച്ചർ കണ്ടോ അങ്ങകത്ത്, അതും അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ സേവ് പൂരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ. പിന്നെ അതിവിടുന്ന് കുറച്ച് നൊസ്റ്റു അടിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെയും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി. ഇത് ആ കടേൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഇതൊരു തമിഴിൻ്റെ കടയാണ് കേട്ടോ, തമിഴ് സ്റ്റോറാണ്. അവിടെയും നമുക്ക് നമ്മളെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫിഷ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ചോയ്സ് ഉണ്ട്. അതും നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഉണ്ടാവൽ. വലിയ മാർക്കറ്റാണ്. ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഹാള് പോലെ വലിയ ഹാളിലാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ്. അപ്പോൾ ഒട്ടുമിക്ക മീനുകളും ഇവിടെ കിട്ടും. നമ്മളെ നാട്ടിലത്തെ അയിലയും മത്തിയും എല്ലാം, നമ്മളെ നാട്ടിലത്തെ മീനും ഇവിടുത്തെ മീനും എല്ലാ ടൈപ്പ് മീനും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളെ നാട്ടിലത്തെ മീൻ തന്നെയാണ് അധികവും ചൂസ് ചെയ്യാറുള്ളത്. അതും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. കട്ട് ചെയ്തിട്ട് വാങ്ങേണ്ട മീൻ കട്ട് ചെയ്തിട്ടും കിട്ടും. ഈ കൊഞ്ച് പോലുള്ള സാധനങ്ങളില്ലേ അതിങ്ങനെ അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഇങ്ങനെ തരുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ പണി എളുപ്പമാണ്. ഇത് കണ്ടില്ലേ വലിയൊരു ഏട്ടമീനാണ്. ഏട്ടമീൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് എനിക്ക് ഇഷ്ടമേ ഉണ്ടായിട്ടില്ല. ഇപ്പം അത് ഞാൻ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മുള്ളൻ്റെ ഒക്കെ വലിയതുണ്ട്. പിന്നെ കുറേ മീനുകൾ, മുമ്പ് കഴിക്കാത്ത കുറേ മീനുകളൊക്കെ ഇപ്പം ഞാൻ കഴിക്കാറുണ്ട്. അത് അങ്ങനെ തന്നെയല്ലേ അല്ലേ.
പിന്നെ ഒരു കാലത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളായിരിക്കും ഇപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവുന്നതല്ലേ. പിന്നെ ഇതൊക്കെ പ്ലേറ്റുകളാണ്. പിന്നെ ഇതെന്താണ്, ഇതാ മറ്റേ ടൈഗർ പ്രോൺസ് എന്ന് പറയുന്ന അതുപോലത്തെ ആണെന്ന് തോന്നുന്നത്. ഒരു വേറെ തന്നെ ഉള്ളൊരു ചെമ്മീനായിരുന്നു. പിന്നെ നാട്ടിൽ നമ്മളെ ഇളമ്പക്ക ഉണ്ടല്ലോ, ഇവിടെ ഇതുപോലെ ഒരു ചെറിയ നെറ്റിൽ ഇങ്ങനെ കെട്ടിയിട്ട് വന്നിട്ട് ഉണ്ടാവല്. അങ്ങനെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവാന്നേ. അങ്ങനെ വീട്ടിലെത്തി വാങ്ങിയ സാധനങ്ങളൊക്കെ ഇനി എടുത്തു വെക്കുക എന്നുള്ളത് വലിയൊരു ഡ്യൂട്ടിയാണ്. എനിക്കത് വലിയ കുറച്ചൊരു ബോറടിക്കുന്ന പരിപാടിയാണ്. പക്ഷേ അച്ഛമ്മോനെ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവനിതാ പലഹാരമെല്ലാം ഇട്ട് വെക്കുന്ന ഡബ്ബയും കൊണ്ട് വരുന്നുണ്ട്. അതിൽ കുറച്ചെന്തൊക്കെയോ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ അവനെടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മുടെ പുതിയ സ്റ്റോക്ക് എടുത്തിട്ട് അതിലോട്ട് കയറ്റുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഈ ഓട കണ്ടിട്ട് അവനിങ്ങനെ ചോദിക്കുവാണ്, ഇതെന്താ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന്. അത് ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ പണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ടായ സാധനമാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. നമ്മളെ നാട്ടിൽ ഇതിനെ ഓടാന്ന് വന്നിട്ടാണ് പറയൽ. അതിങ്ങനെ വായിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തരിപ്പൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്, അതൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നേ. എന്നിട്ട് അവൻ പിന്നെ ഓരോ പലഹാരങ്ങൾ എടുത്തിട്ട് ബക്കറ്റിലേക്ക് നിറക്കുവാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ പലഹാരം എടുക്കുമ്പം അതിനെക്കുറിച്ച് ഓരോരോ വർത്തമാനങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു നുറുക്ക് അവന് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇത് മറ്റേ ഷെസ്വാൻ ടേസ്റ്റ് വരുന്ന ഒരു നുറുക്കാണ്. പിന്നെ ഒരു മിച്ചർ വാങ്ങിയിട്ടുണ്ടായിനി. ഇത് നമ്മളെ മധുരമെല്ലായിട്ടുള്ള നല്ലൊരു മിച്ചറില്ലേ, അതാണ് മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ സാധനങ്ങളും ഓരോരോ തവണ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്യും കേട്ടോ. ഇത് നമ്മളെ ചക്ക ചിപ്സിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഇടയ്ക്ക് പോയിട്ട് കുറച്ച് വാങ്ങിയിട്ട് വരും. അങ്ങനെ പലഹാരങ്ങളൊക്കെ അവൻ ബക്കറ്റിലാക്കി. ഇനി ബക്കറ്റിൻ്റെ അടപ്പടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്നാലും എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. മുംബൈയിലെ ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് എല്ലാവരും കാണണം കേട്ടോ.